ഞാനായതാണ്. അല്ല ഞാനായത് ഇങ്ങനെ കത്തിക്കാൻ കാണുന്നുണ്ട്. ഈ റബ്ബർ വെട്ടുന്ന കൂടി കാണണം. ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. അതല്ല ഈ കത്തിക്കാനൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ ഉണങ്ങിയ സാധനമില്ല. രാവിലെ 5 മണിക്ക് എണിച്ച് പോയാൽ മതി. റബ്ബർ ഇത് എന്നും രാവിലെ മാത്രമേ വിട്ടുള്ളൂ ഇവര്? പിന്നെ ഇല്ലേ വൈകുന്നേരം ഒന്നും വിട്ടില്ലേ? ഒന്നെങ്കിൽ രാത്രിക്ക് ഇല്ലെങ്കിൽ രാവിലെ. രാത്രി വിട്ടു? അല്ല രാവിലെ പകൽ സമയത്തല്ല, അതിരാവിലെ വിട്ടു. അല്ല അത് രാവിലെ പറ്റില്ല. അതാ ചോദിച്ചതാ. പിന്നെ വൈകുന്നേരം വിട്ടില്ല. ഒട്ടുവള്ളി ഉറക്കിട്ടില്ലല്ലോ അപ്പ. വിനുവിന് ഒട്ടുവള്ളി പറക്കണമെന്ന് ഞാൻ അന്ന് സ്ഥലം നോക്കുമ്പോ കണ്ട്. വിനുവിന് ഒട്ടുവള്ളി പറക്കണം. ഇങ്ങോട്ട് വാ മോളെ. ഒരു ദിവസം കൊണ്ടോ ഒട്ടുവള്ളി ഇറക്കാൻ. അപ്പ വിനുവിന് ഒട്ടുവള്ളി ഇറക്കണമെന്ന്. 10 രൂപ ഐസ്ക്രീം മേടിച്ചോ, കോൺ ഐസ്ക്രീം മേടിച്ചെടുത്താ മതി. ഇതെന്താ അറിയോ, ഈ ഒട്ടുവള്ളിയൊക്കെ പറക്കിയിട്ട് വന്നു കഴിയുമ്പോ ഒരു കോൺ ഐസ്ക്രീം കിട്ടും. അന്ന് പ്രത്യേക ടേസ്റ്റ്. മഞ്ഞച്ചോറും ബീഫ് കറിയുണ്ട്. മഞ്ഞച്ചോറും ബീഫ് കറിയും കഴിച്ചിട്ടുണ്ടോ? മഞ്ഞച്ചോറ് മഞ്ഞളിട്ട ചോറ്, പിന്നെ ബീഫ് കറി വെക്ക, അത്ര ഉള്ളല്ലോ മഞ്ഞച്ചോറ് ബീഫ് കറി. 2 മിനിറ്റ് 32 സെക്കൻഡ് ആയി. ഇത് ദീപം കൊളുത്തുക, ദീപം കത്തിക്കുന്നത്. നീ എന്തിനു സർക്കസ് കളിച്ചാണ് നടക്കുന്നത്? നിരപ്പുള്ള സ്ഥലത്ത് നടക്കും, എന്ന സ്ഥലത്ത് നടക്കാതെ. ഗ്യാസ് കയറി. ഫുഡ് കഴിച്ചില്ലേ? രാവിലെ ഒരു കുഞ്ഞിയേത്തൊക്കെ കഴിച്ചിട്ട് വന്ന. നീ വരുമ്പോ ട്രെയിനൊന്നും വാങ്ങി കഴിച്ചിരുന്നില്ല? അത് ഞാൻ ഇതാക്കില്ല, പുഴുങ്ങിട്ട് കൊണ്ടത്, അല്ലാതെ കഴിക്കരുത്. പുഴുങ്ങിയത് ഗ്യാസ് ഇത്ര ട്രെയിൻ. പാക്കറ്റ് മതി, ഷോപ്പിന്ന് പാക്കറ്റ് മതി. മേടിച്ച് വെച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഒഴിഞ്ഞു പോകണ്ടിരുന്നു. ആ ഒഴിഞ്ഞു പോകുന്നതിന്റെ വാക്ക് കറക്റ്റ് ആയാലും. ട്രെയിനിൽ നിന്ന് ചായ മേടിച്ചു കുടിക്കണം. ആനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തക്കുന് ഭയങ്കര ഇഷ്ടല്ലേ അവിടത്തെ ഇതും പഴംപൊരി. ആ ട്രെയിനിൽ നിന്ന് ചായ കിട്ടിയില്ലെങ്കിൽ അതും വടയും എനിക്ക് പരിപ്പോടെ തിന്നാൻ. പരിപ്പോടല്ല മറ്റേ വട. അപ്പൊ എനിക്ക് ഉഴുന്നോട. അപ്പൊ എനിക്ക് പരിപ്പോടെ കൂട്ടി പറ. വേണമെങ്കിൽ നീ പറ. ഏതാ വേണ്ടേ? ഞാൻ പഴം കൊണ്ടുവന്നിട്ടുണ്ട്, പഴം മേടിച്ചു കൊടുക്കും. ഇന്നാവത്തില്ല. അവരുടെ ഫാമിലിയിൽ വീക്ക്നെസ്സാ ഏത്തക്കൊല. എപ്പോ ചെന്നാലും ഏത്തപ്പഴം ഉണ്ടാവും. തമാശ ഉണ്ട്. ആ എനിക്ക് എപ്പോഴും ഉണ്ട്. ഷൈനി പറഞ്ഞു എപ്പോഴും അവർക്ക് ഏത്തപ്പഴം വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ടിജിയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നല്ലോ. ജോജിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ടിജിയൊക്കെ കല്യാണം